ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവര് എന്താണ് ഇനി അവരുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ്, അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വരും? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണ് എന്നാണ് കാണുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കാൾ ഏറെ ഒരു പെയിന് ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്ന് പോയതായിരിക്കാം. പക്ഷെ അങ്ങനെ അവരുമായിട്ട് തന്നെ അകന്നു ആണെങ്കിലും ആ ഒരു പോയ സമയത്ത് അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. അവരെടുത്ത ഒരു തെറ്റായ തീരുമാനം കൊണ്ട് നിങ്ങളിൽ നിന്നും അവരായിട്ട് തന്നെ സെപ്പറേഷനിലേക്ക് പോയതായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരെടുത്ത തീരുമാനങ്ങളിൽ എല്ലാം തന്നെ അവർക്ക് ഒരുപാട് കുറ്റബോധം, റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അവര് നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ പോലും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു തോന്നൽ, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം അവർക്ക് ആ ഒരു സമയത്ത് അവര് നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങൾക്ക് നൽകിയ സമയത്തൊന്നും നിങ്ങൾ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾക്ക് അത്രയും നല്ലൊരു വ്യക്തി, അത്രയും നല്ലൊരു പീക്ക് മൊമെന്റിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം, ആ ഒരു പീക്കിൽ നിന്ന സമയത്ത് തന്നെ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെല്ലാം നെഗറ്റീവായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്കൊരു പെയിൻ, നിങ്ങളുടെ ഹൃദയം തകരുന്ന രീതിയിൽ പോലും നിങ്ങൾക്കൊരു വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു സപ്പോർട്ടും നൽകാതെ, നിങ്ങളുടെ ഇമോഷൻസിനെ പോലെ യാതൊരു വാല്യൂവും തരാതെ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം. അപ്പൊ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വളരെ കുറച്ച് പേർക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് നിങ്ങളെ വിട്ടിട്ട് പോയതെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പോ ഈ വ്യക്തി ശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ വിട്ടു വരാനായിട്ടാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്. പക്ഷെ നിങ്ങൾ തന്നെ ഒരു 100% ഈ വ്യക്തിയുടെ ലൈഫിൽ തിരികെ സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചവരാണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിയോടൊരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ട്. ആ ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിവിടെ പറയാതിരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം ഇത്രയും ഒരു പെയിൻ
തന്ന ഒരു വ്യക്തിയെ ഇത്രയും ഡീപ്പായിട്ട് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കാം. അത് പറയാൻ കാരണം അത്രയും ഒരു വേദനയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തിരുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഈ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അത്രത്തോളം അവർ നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ഒരു യഥാർത്ഥ സ്നേഹമായിരുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഈ വ്യക്തി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ റിലേഷൻഷിപ്പും, അതായത് ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നായിട്ട്, ഫ്രണ്ട്സായിട്ട് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ കുറച്ച് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു അടുപ്പം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും, പല നഷ്ടങ്ങളും നിങ്ങളിപ്പോൾ തിരിച്ചറിയുകയാണ്. എങ്കിലും ഈ ഒരു സമയത്ത് അവര് നിങ്ങളോടൊപ്പം ഇല്ല എന്നൊരു വേദനയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല. എല്ലാ രീതിയിലും നിങ്ങൾ ഈ വ്യക്തിയെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഒരറ്റത്ത് ഇപ്പോഴും ഈ വ്യക്തി അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ലൈഫ് ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളെല്ലാം ഉണ്ട്, എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു വെളിച്ചത്തെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ആ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷെ ആ വേദന നിങ്ങൾക്ക് തന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. മേ ബി അത് ഒരു കർമ്മയുടെ ഫലമായിരിക്കാം. അപ്പൊ ആ ഒരു കർമ്മ കൊണ്ട് അവർക്ക് കിട്ടുന്നതായിരിക്കാം. ഒരുപാട് തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു വേദന നിങ്ങൾക്ക് നൽകിയതിന്റെ ഒരു കർമ്മ ആ വ്യക്തിക്ക് ലഭിക്കരുത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. അത്രയും ഒരു നൈസ് ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിനുള്ള ഒരു മനുഷ്യൻ എന്ന് ഏറ്റവും വ്യക്തമായിട്ട് ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ എനർജിയായി കിട്ടുന്നത്. ആ ഒരു വ്യക്തി, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഇവർ പറ്റിച്ചു പോകുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവരുടെ ലൈഫിൽ വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അത്രത്തോളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്. രാത്രിയിൽ ഈ വ്യക്തിയെ ഓർത്ത് ഒരുപാട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ മറക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന, ലാസ്റ്റ് വരുന്ന കാർഡുകളിലെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ക്ലാരിറ്റി ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരും എന്നതാണ്. ഇവിടെ ക്ലാരിഫിക്കേഷനിലൂടെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലാസ്റ്റ് വരുന്ന എല്ലാ കാർഡുകളും ഫ്യൂച്ചറിൽ അത്രയും നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ട വ്യക്തികളാണ്. ഇപ്പോൾ മാരീഡ് ആയിട്ട് ഡൈവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളും പരസ്പരം ക്ഷമിക്കുവാനും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറ്റി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് ചേരാനുള്ള ഒരു മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ വ്യക്തി ഇപ്പോ വിചാരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം നെഗറ്റിവിറ്റി അനുഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുകയും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു എനർജിയാണ് നമുക്ക് ലാസ്റ്റ് വരുന്ന കാർഡുകളൊക്കെ. ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. വാട്ട് ദേ വാണ്ട് ടു ടെൽ യു. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഓക്കെ, ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് വളരെയധികം അവർക്ക് ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നു.
ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് earlier that this love is deep inside me. ഓക്കെ, അതാണ് നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈ പിരിഞ്ഞു പോയ സമയത്തൊന്നും ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. ഇത്രയും ആഴത്തിൽ അവരുടെ മനസ്സിൽ ഈ ഒരു സ്നേഹം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഓക്കെ, എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നാണ് ഈ ഒരു സമയത്ത് അവർ പറയുന്നത്. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. ഓക്കെ, നിങ്ങളെ കണ്ടുമുട്ടിയ ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇപ്പോൾ നിന്നെ വിട്ടിട്ട് പോയതിൽ ഈ ഒരു സമയത്ത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറയുന്നു. ഐ കനോട്ട് സ്ലീപ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, എനിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു സെപ്പറേഷൻ കാരണം. എന്നെ മനസ്സിലാക്കാനായിട്ട് നിനക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന വ്യക്തി പറയാണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞ മോശപ്പെട്ട വാക്കുകളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ ഗോൾഡൻ കളർ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്കിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. 34 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 23 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തത് 45 എന്നുള്ള നമ്പർ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മെറാക്കിൾസ്, ഒരു അത്ഭുതം സംഭവിക്കും, അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത്ഭുതം. ഓക്കെ, ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. റൈഡിങ് ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ട്രൂ ലവ്, ഇതൊരു ട്രൂ ആയിട്ടുള്ള സത്യസന്ധമായ സ്നേഹമാണ് എന്ന് പറയുന്നു. വീഡിയോ ഗെയിം കളിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളോ വീഡിയോ ഗെയിം ഒക്കെ ചെയ്യുന്ന ആളുകളോ ആയിരിക്കാം. 1982, ലെറ്റർ വി, 2002, drawing, hearing issues, 1986, this month. Okay, letter L, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, നമ്മളത് ഓൾറെഡി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീഡിങ് കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.